രൂപയ്ക്ക് നല്ല ക്യാമറാസ് വേണം. അതേസമയം പെർഫോമൻസിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അടിപൊളി മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വേണം. ഒപ്പം അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടണമെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്നത് വിവോയുടെ T3 അൾട്രയാണ്. 1.5K റെസൊല്യൂഷൻ്റെ കേർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ, മീഡിയാടെക് ഡയമൻസിറ്റി 9200+ എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. 1.5 മില്യൻ്റെ അടുത്തുള്ള AnTuTu സ്കോർ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് കിട്ടും. 8GB of LPDDR5X RAM, 128GB of UFS 3.1 സ്റ്റോറേജ്, 50 മെഗാ പിക്സലിലെ സോണി IMX921 എന്ന് പറയുന്ന മെയിൻ ക്യാമറ വിത്ത് OIS, ആൻഡ് ഫോർ ദ പ്രൈസ് ഇത് വളരെ നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ യൂസബിൾ ആയിട്ടുള്ള അൾട്രാ വൈഡ് ക്യാമറ, 15 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ സെൽഫി ക്യാമറ, ആൻഡ് 4K at 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, അത് ഫ്രണ്ട് ക്യാമറയിലായാലും ബാക്ക് ക്യാമറയിലായാലും. സ്കോട്ട് സെൻസേഷൻ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ, IP68 റേറ്റിംഗ്, 5500 mAh ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി വിത്ത് 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. എന്നാൽ ഇതിൻ്റെ ഒരേ ഒരു പോരായ്മ കേട്ടാൽ ഭൂരിഭാഗം ആൾക്കാരും ഈ ഫോൺ വാങ്ങുന്നതിൽ നിന്ന് പിന്മാറും. എന്നോ ഈ പ്രശ്നം ഹീറ്റിംഗ്, ബാറ്ററി ഡ്രെയിൻ, കണക്ടിവിറ്റി ഇഷ്യൂസ്, ലാഗ് ഇതൊന്നുമല്ല. ഇറ്റ്സ് ദ സോഫ്റ്റ്വെയർ. 31,000 രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത ഈ ഫോണിന് കിട്ടുന്നത് വെറും 2+3 years ഓഫ് അപ്ഡേറ്റ്സ് ആണ്. ആൻഡ് ഇതിലൊരു അപ്ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. സോ ബാക്കിയുള്ളത് ജസ്റ്റ് 1+2 years ആണ്. ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ അവിടെയും വിവോയുടെ ഫൺ ടച്ച് OS പിന്നിലാണ്. ഫസ്റ്റ്ലി ഇതിൽ അത്യാവശ്യം ബ്ലോട്ട്വെയറുകൾ വരുന്നുണ്ട്, അതും ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തവ. സെക്കൻഡ്ലി വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ് ഫൺ ടച്ച് OSൻ്റെത്. ഒപ്പം കസ്റ്റമൈസേഷൻസും കോമ്പറ്റീഷനേക്കാൾ കുറവാണ്. സാംസങ്ങിൻ്റെ One UI, വൺപ്ലസിൻ്റെ ഓക്സിജൻ OS, ഗൂഗിളിൻ്റെ പിക്സൽ UI, നത്തിങ്ങിൻ്റെ നത്തിങ് OS, ഓപ്പോയുടെ കളർ OS, ഇതൊക്കെ ഉപയോഗിച്ച് ഏതൊരാൾക്കും ഫൺ ടച്ച് OSുമായും പൊരുത്തപ്പെടാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ധാരണയുള്ള ഏതൊരാളും ഈ ഫോൺ വാങ്ങാൻ ആസ് ഓഫ് നൗ താല്പര്യപ്പെടില്ല. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങളുടെ ബജറ്റ് 25,000 രൂപ ആയിരുന്നെങ്കിൽ വുഡ് യു ബൈ ദിസ് ഫോൺ?